അവനിങ്ങനൊരു ചതിപ്പെടാൻ ശത്രുക്കളാ, ചുറ്റും ശത്രുക്കളാ. അയാൾ എടുക്കുന്നില്ല. എടുക്കില്ല ഭാമേ, എടുക്കില്ല. ഇത് എല്ലാരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാ. മനഃപൂർവ്വേ നമ്മുടെ വിഷ്ണുവിനെ കൊടുക്കാനുള്ള കെണിയാ. സമയദോഷം വരാനുള്ളതെല്ലാം വന്നു ചേരും. അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാന്? ഈ പണി വേണ്ട, ഇതൊരു അപകടം പിടിച്ച പണിയാണെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. അതൊന്നും അവൻ കേട്ടില്ലല്ലോ. അപ്പൊ പിന്നെ വരുന്നത് അനുഭവിക്കട്ടെ, അല്ലാതെ ആദ്യം കയറി ചാവാനൊന്നും എനിക്ക് വയ്യ. മോളെ, അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. വിവരം അറിഞ്ഞപ്പോഴും ഞാൻ വിളിച്ചതാ സത്യാമ്മേ. സ്വിച്ച് ഓഫാ. ഇത്രയും വലിയ കുഴപ്പത്തിൽ ചാടിയെങ്കിൽ വിഷ്ണുട്ടൻ ഒരിക്കലും മൊബൈൽ ഓണാക്കി വെക്കില്ലല്ലോ. കിട്ടുന്നില്ല. എന്റെ ഭഗവാനെ, വിഷ്ണു, 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 വിഷ്ണു. വേറെ ആരുമില്ല. ഈ സ്ഥലം അത്ര പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാനാവില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ഇതിനകത്ത് നിന്ന് നിന്നെ ആർക്കും കൊണ്ടുപോകാനും പറ്റില്ല. ചുറ്റും നമ്മുടെ ആൾക്കാരാ. എൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ചിന്തകളോ ആവലാതികളോ ഒന്നും ഇല്ല സുബൈർക്ക്. വീട്ടില് അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആദ്യം പിടിക്കുന്നതും അച്ഛൻ തന്നെയായിരിക്കും. അക്കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. അതെല്ലാം വേണ്ടതുപോലെ ഞാൻ നോക്കിക്കോളാം. കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരുന്നതുവരെ ഇവിടെ ഇങ്ങനെ കഴിയുക തന്നെ വേണം. ശാലിനിയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്ന അവള് തന്നെയാണ്. കമലം പറഞ്ഞത് തന്നെയാണ് ശരി. ഈ കെണി നിനക്കായിട്ട് ഒരുക്കിയതല്ല. നിന്നിലൂടെ അവർ വീഴ്ത്തിയത് ശാലിനി മേഡത്തിനെ തന്നെയാ. അവൻ പിടികൊടുത്തതും നന്നായി. നിന്നെയാണ് അവിടെ കിട്ടിയിരുന്നെങ്കിൽ നിനക്കും കിട്ടിയെന്ന് പണി. അടുത്ത കാലത്തെങ്ങും പുറത്തിറങ്ങാനാവാത്ത വിധം നിന്നെ അവര് പൂട്ടിയനെ. അല്ലക്ക, കമലിന്റെ കാര്യം എന്തെങ്കിലും ഒന്ന്. ആ കാര്യവും വക്കീലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വഴികളും നോക്കുന്നുണ്ട്. ഇനി അറിയേണ്ടത് നമ്മുടെ ലോറിയിൽ ഇത് വെച്ചത് ആരാണെന്നാ. നമ്മുടെ നീക്കങ്ങളെല്ലാം ശരിക്കും അറിയാവുന്ന ആരോ ഒരാൾ. അതാരാണെന്ന് അറിയണം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണെന്ന് എനിക്ക് സംശയമുണ്ട്. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അത് ഉറപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തങ്കച്ചനാണോ? സംശയം അവനെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു യൂണിയൻ നേതാവിന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇതുപോലൊരു തറവേല കാണിക്കാൻ അവൻ തയ്യാറാവൂ? അവനല്ലെങ്കിൽ അവൻ്റെ കൂട്ടാളികളാ. അവൻ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചവനും വഴിയില്ല. നമ്മുടെ റൂട്ടും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചോർത്തി കൊടുക്കാൻ നമ്മുടെ ഇടയിൽ അവൻ്റെ ചാരന്മാരുണ്ട്. അതുകൊണ്ടാ 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ ഈ വഴിക്ക് വന്നത്. എനിക്കറിയാം നിന്നെ കിട്ടാൻ വേണ്ടി അവരെന്നെ വാച്ച് ചെയ്യുമെന്ന്. എത്ര കൊടുത്തു എല്ലാവർക്കും കൂടി? മാഡം എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജോണിന് നന്നായിട്ട് അറിയാം. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അതൊരിക്കലും മാറ്റാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ കാണിക്കുന്ന പല തറപരിപാടികളും എത്ര വലിയ പൊസിഷനിലെത്തിയാലും ചിലരിന്ന് അതങ്ങോട്ട് ഒഴിഞ്ഞു പോവില്ല. ഇവിടെ ഇപ്പൊ കണ്ടതും അത് തന്നെയാണ്. അല്ല, ജോൺ അഭിനയം പഠിച്ചിട്ടുണ്ടോ? ഇല്ല മാഡം. ചെറിയൊരു ഏകാംഗ നാടകത്തിലെങ്കിലും അഭിനയിച്ചിട്ടുണ്ടാവും. അല്ല, ഇല്ലെങ്കിൽ ഇത്ര തന്മയത്വത്തോടെ ഇങ്ങനെയൊന്നും അഭിനയിച്ച് ഫലിപ്പിക്കാനേ ആവില്ല. യു ആർ എ വെരി ഗുഡ് ആക്ടർ. സിനിമയിലൊന്ന് ട്രൈ ചെയ്യ്, നല്ല ഭാവി ഉണ്ടാവും. മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരു തെറ്റിദ്ധാരണയും ഇല്ല ജോൺ.
പുറത്തു വച്ചിരിക്കുന്ന ചിത്രങ്ങളും പോസ്റ്ററുകളും അടക്കം എന്നെ തേജോവധം ചെയ്യാനായി എത്തിയ ഈ ചാനൽ പ്രവർത്തകരടക്കം ജോൺ സംഘടിപ്പിച്ചതാണ്. മാഡം, കാര്യം ഞാൻ മാഡത്തിന് കീഴുദ്യോഗസ്ഥനായിരിക്കും. പക്ഷെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവോടായിരിക്കണം. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ഇത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? കാര്യം വളരെ സിമ്പിളാ. ഞാൻ പഠിച്ചതും എന്നെ ഇവിടെ ഇരുത്തുന്നതും 3 അക്ഷര IAS.